നമസ്കാരം. ഞാൻ മിഥ, KHMHSS ആലത്തൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് മണിക്കിണറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് കിട്ടിയിട്ടുള്ളത്. ചരിത്ര താളുകളിൽ എന്നും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ രചിച്ച് അഭിമാനത്തിന്റെ അന്തസ്സാർന്ന ഓർമ്മകൾ നമുക്കേകിയ തിരുനാവായ അതുല്യമായ ഒട്ടനവധി ചരിത്രങ്ങൾ ഇവിടെ മറഞ്ഞുകിടക്കുന്നു. അതിൽ ഏറെ പ്രാധാന്യമേറിയതാണ് മാമാങ്ക മഹോത്സവം. കേരളത്തിന് അറിയപ്പെടുന്ന ചരിത്രകാലത്തിന് മുമ്പ് തന്നെ 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്തായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത്. മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവമാണ് പിന്നീട് മാമാങ്കമായി മാറിയത്. നാടുവാഴികളെ തിരഞ്ഞെടുക്കുന്നതിനും വാണിജ്യ മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് നിളാമണപ്പുറത്ത് 28 ദിവസങ്ങളിലായി മാമാങ്കം നടത്തപ്പെട്ടിരുന്നത്. മാമാങ്കത്തിന്റെ രക്ഷാധികാര പദവിക്ക് വേണ്ടി കോഴിക്കോട് സാമൂതിരി രാജാവും വള്ളുവർ കോനാദേവിയും തമ്മിലുള്ള തർക്കത്തിൽ വിധി നിർണയിക്കപ്പെട്ടിരുന്നത് ഈ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ചാവേറുകളിൽ പരസ്പരം ഏറ്റുമുട്ടി മരിച്ചു വീഴുന്നവരുടെ എണ്ണം കണക്കാക്കിയായിരുന്നു എന്നാണ് ചരിത്രം. ഇന്നും തിരുനാവായയിൽ മാമാങ്കത്തിന്റെ ഒട്ടേറെ ചരിത്രശേഷിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മണിക്കിണർ, മരുന്നറ, പഴുക്കാമണ്ഡപം, നിലപാട് തറ, ചങ്ങമ്പള്ളി കളരി തുടങ്ങിയവ. ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മണിക്കിണറിനെ കുറിച്ച് വിശദീകരിക്കാനാണ്. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം നിലനിർത്തുന്നതിനും തിരിച്ചു പിടിക്കുന്നതിനുമായി ഇരു രാജാക്കന്മാരും പ്രത്യേകം ചാവേറുകളെ തയ്യാറാക്കി നിർത്തിയിരുന്നു. നായർ വിഭാഗത്തിൽപ്പെട്ട 15 വയസ്സ് പൂർത്തിയായ പുരുഷന്മാരെ ആയിരുന്നു ചാവേറുകൾ മാമാങ്ക നാളിൽ ഇപ്രകാരം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ചാവേറുകളുടെ മൃതദേഹങ്ങൾ മണിക്കിണറിലിട്ടായിരുന്നു സംസ്കരിച്ചിരുന്നത്. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. പണ്ടുകാലത്ത് പ്രാധാന്യമേറിയ സാധനങ്ങളെ മണിത്താലി, മണിത്തറ, മണിക്കിണർ എന്നിങ്ങനെയൊക്കെയായിരുന്നു ഉരിച്ചിരുന്നത്. ഞാൻ ആലത്തൂർ KHMHSS സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫാത്തിമ റഫ്സി. ഞാൻ നവാബുന്ദ സ്കൂൾ തിരുനാവായിൽ നിന്നാണ് വരുന്നത്. കേരള ചരിത്രത്തിൽ ഏറ്റവും പഴക്കമുള്ള മഹോത്സവങ്ങളിലൊന്നാണ് മാമാങ്കം. ഇത് നിലാമലൻപറമ്പിൽ വെച്ചാണ് കൊണ്ടാടിയിരുന്നത്. ഓരോ ദിവസവും വൈവിധ്യമാർന്ന പരിപാടികളോടെ 28 ദിവസങ്ങളിലായാണ് അരങ്ങേറിയിരുന്നത്. ശകവർഷത്തിലെ മാഘമാസത്തിലെ മകം നാളിലാണ് മാമാങ്കം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാമാങ്കം എന്ന പേരും ലഭിച്ചത്. പണ്ട് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ കാലാവധി 12 വർഷമായിരുന്നു എന്നും കാലാവധി തീരുമ്പോൾ അവർ തിരുനാവായിൽ ഒത്തുചേർന്ന് പുതിയ പെരുമാളിനെ തിരഞ്ഞെടുക്കുമെന്നും അതിന്റെ ഓർമ്മയ്ക്കായി നടന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം എന്നും പറയപ്പെടുന്നു. മാമാങ്കത്തിനെ തുടർന്ന് ഒട്ടേറെ ചരിത്രശേഷിപ്പുകൾ ഇന്നും തിരുനാവായിൽ നിലനിൽക്കുന്നുണ്ട്. മാമാങ്കത്തിന്റെ ഭാഗമായി ഇന്നും തിരുനാവായിൽ നിരവധി ചരിത്രശേഷിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊടക്കലിൽ കാണുന്ന മരുന്നറ. ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ചെങ്കലിൽ ചതുരാകൃതിയിലുള്ള ചെറിയ കവാടത്തോടു കൂടി ചെറിയ ഗുഹകൾ തിരുനാവായക്ക് സമീപം കണ്ടുവരുന്നു. അതിൽ ചെറിയ 1-2 അറകളും വേറെയും കാണാം. മഹാശിലാകാലത്തെ ഇത്തരം സ്മാരകങ്ങൾ കൽവെട്ട് ഗുഹകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന ചാവേറുകളെ ചികിത്സിക്കുന്നതിനായി മരുന്ന് സൂക്ഷിക്കാൻ ഇവ ഉപയോഗിച്ചു എന്നും പറയപ്പെടുന്നു. അതിനാൽ ഇതിനെ മരുന്നറ എന്ന് വിളിക്കുന്നുണ്ട്. ഇത്തരം ഗുഹകൾ കൊടക്കൽ ഭാഗത്ത് കാണാം. ഇവയുടെ മുഖം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ഭാഗത്തിന് അഭിമുഖമായിട്ടാണ് കാണപ്പെടുന്നത്. ഏകദേശം 2 മീറ്ററോളം നീളവും വീതിയും ഇവക്ക് കാണാം. അടുത്ത കാലത്തായി ഇവയുടെ സമീപത്തായി മറ്റു കൽഗുഹകളും കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ചിലതിൽ ഇരുമ്പ് ഉപകരണങ്ങളും ധാരാളം മൺപാത്രങ്ങളും കാണപ്പെടാം. ഈ പറഞ്ഞ മരുന്നറയുടെ ഉള്ളിൽ ഒരു തുരങ്കമുണ്ടെന്നും അത് ഭാരതപ്പുഴയിലേക്കും നിലപാട് തറയിലേക്കും ചെന്നെത്തുമെന്നും കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ കൊടക്കൽ ഓട്ട് കമ്പനി വളപ്പിൽ ഇത്തരം നിരവധി ചരിത്രശേഷിപ്പുകൾ കണ്ടിട്ടുണ്ട്. പലതും പ്രാധാന്യം മനസ്സിലാക്കാതെ പലരാലും നശിപ്പിക്കപ്പെട്ടു. നിളയുടെ പരിലാളനയേറ്റ് പരിലസിക്കുന്ന മാമാങ്ക മഹോത്സവം കൊണ്ടും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ജന്മം കൊണ്ടും അനുഗ്രഹീതമായ തിരുനാവായ ഐശ്വര്യദേവതയുടെ യജമാനനായി പരിലസിക്കുന്ന ഈ നാട് അതിന്റെ കാർഷിക സാംസ്കാരിക ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ ഹൃദയത്തിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ലാതെ തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും.
ഇതോടെ ഞങ്ങളുടെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് നഫ്ലാമിന്. ഞാൻ GPHSS തിരൂരിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ NMMS തിരുനാവായ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ റിൻഷ. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് തിരുനാവായ. കുറ്റിപ്പുറത്തിന്റെയും തിരൂരിന്റെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന സ്ഥലമെന്ന നിലയിൽ പ്രസിദ്ധമാണ്. കേരള ചരിത്രത്തിന്റെ പ്രാചീന കാലത്ത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ ഉൾത്തീരത്തിൽ തിരുനാവായ മണപ്പുറത്ത് 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുകയും 28 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവമായിരുന്നു മാമാങ്കം. മാഘമാസത്തിലെ മകനാളിൽ മകം നക്ഷത്രത്തിൽ നാള് കുറിച്ച് നടന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം. മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാവുക എന്നത് ആഭിജാത്യം നൽകിയിരുന്ന ഒരു പദവിയായിരുന്നു. അതിനായി വള്ളുവ കോരാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളും ചരിത്ര പ്രസിദ്ധമാണ്. മണിക്കിണർ, നിലപ്പാടുതുറ, മരുന്നറ, പഴക്കമണ്ഡപം, ചെങ്ങമ്പള്ളി കളരി എന്നിവ മാമാങ്ക മഹോത്സവത്തിലെ പ്രധാന സ്മാരകങ്ങളാണ്. 18ഓളം വിദേശ രാജ്യങ്ങൾ മാമാങ്കത്തിലേക്ക് കൊണ്ടുവന്നു. 12 വർഷത്തിന് ശേഷം നിലപാടുതറയിൽ നിന്ന് പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കും. പ്രമുഖരായ ആളുകളെ പ്രത്യേക രീതിയിൽ അടക്കം ചെയ്ത് കൊടുക്കല്ല് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാമാങ്ക സ്മാരകം നിലപാട് തറയാണ്. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി വാളും പിടിച്ചു നിന്നിരുന്നത് ഈ നിലപാട് തറയിലാണ്. മാമാങ്കം നടന്നിരുന്ന നിലപാട് തറ ഇന്ന് തിരുനാവായയ്ക്ക് സമീപമുള്ള കൊടയ്ക്കലിൽ ഓട്ടു കമ്പനിയുടെ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം തളിയാത്തമാരും പിന്നീട് പെരുക്കന്മാരും ഒടുവിൽ വള്ളുവ കോനാതിരുമാണ് നിലപാട് തറയിൽ പെരുനില നിന്നിരുന്നത്. 28ാമത്തെ ദിവസം നിലപാട് തറയിൽ നിലപാട് പ്രഖ്യാപിച്ചത് 12 വർഷമായിരുന്നു. ചരിത്രത്താളുകളിലും പഴംപാട്ടുകളിലും പരാമർശിക്കപ്പെടുന്ന മാമാങ്കം നടന്നിരുന്നത് തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു. പന്തിരാണ്ട് കൂടുമ്പോൾ ജനങ്ങളുടെ ഒത്തുചേരലിനും ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിനുമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാമാങ്കം നടത്തിയിരുന്നത്. മാഘമാസത്തിൽ ശുക്ലപക്ഷത്തിലെ മകം നാളിലാണ് മാമാങ്കം നടത്തിവരുന്നത്. മാമാങ്കം നടന്നിരുന്ന നിലപാട് തറ ഇന്ന് കൊടക്കൽ ഒട്ടുകമ്പനിയുടെ കോമ്പൗണ്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ നിലപാട് തറയിലായിരുന്നു മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളിയിരുന്നത്. ആദ്യം തളിയാതിമാരും പിന്നീട് പെരുമാക്കന്മാരും ഒടുവിൽ വള്ളുവ കോനാതിരുമാരുമാണ് നിലപാട് തറയിൽ പെരുനില നിന്നിരുന്നത്. കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം കൈയടക്കിയതിനെ തുടർന്നാണ് ചാവൂർ പടയുടെ ഉദ്ഭവം. അങ്ങാടിപ്പുറത്തെ തിരുമാന്താംകുന്നിലെ മാമാങ്ക തറയിൽ നിന്നും ചാവേർ പടയാളികൾ ബീരാഞ്ചിറയിലെ പട്ടിണി തറയിൽ എത്തി ക്യാമ്പ് ചെയ്തിരുന്ന ശേഷമാണ് വ്രതാനുഷ്ഠാനത്തോടെ നിലപാട് തറയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തിരുന്നത്. മഴവെറിഞ്ഞ് കടലിൽ നിന്നും കേരളത്തെ ഉയർത്തിയെടുത്ത ഐതിഹ്യത്തിലെ നായകനായ പരശുരാമന്റെ ആസ്ഥാനം തിരുനാവായ ആണെന്ന വിശ്വാസവും പ്രചാരത്തിലുണ്ട്. തികച്ചും അപരിഷ്കൃതമായ ജനസമൂഹ വിഭാഗമായിരുന്നു തിരുനാവായ. വ്യത്യസ്തമായ പല വികസന പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ അവിടെ നടന്നിരുന്നു. ഒട്ടനവധി വിദ്യാഭ്യാസ സമ്പന്നരായ ജനങ്ങൾ ഇപ്പോൾ അവിടെയുണ്ട്. എന്നിരുന്നാലും ഇനിയും പുരോഗതിയിലെത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചെറു ചരിത്രക്കുറിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രധാന സംഭവം എന്ന നിലയിൽ മലയാളികളെ ഭൂതകാലത്തിന്റെ കുളിരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നാണ് മാമാങ്കം. അതെ, ചാവേറുകളുടെ രക്തക്കറ പുരണ്ട നിളയുടെ തീരം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മ നിമഞ്ജനത്താൽ പുണ്യഭൂമിയായി മാറിയ തിരുനാവായയിൽ വെച്ചാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പേരാറ് നവനാമത്തിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ മാമാങ്ക മഹോത്സവത്തിന് സാക്ഷിയായത്. മാഘമാസത്തിലെ മകം നാളിൽ മകം നക്ഷത്രത്തിൽ ആലൂർ പണിക്കർ നാളു കുറിച്ച് 28 ദിവസത്തോളം നീണ്ടുനിന്ന മാമാങ്കത്തിന് ആതിഥേയമരുളിയ പുണ്യപുരാതനമായ ഭൂമിയാണ് തിരുനാവായ. ചരിത്രമുറങ്ങുന്ന തിരുനാവായയുടെ ഏടുകൾ നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ ഐതിഹ്യ പെരുമകളാൽ നിലകൊള്ളുന്ന നിളതീരത്തെ നവാമുകുന്ദ ക്ഷേത്രം പ്രതിതർപ്പണ കർമ്മങ്ങൾക്ക് ഏറെ പ്രസിദ്ധവും ഇവിടം ത്രിമൂർത്തി സംഗമസ്ഥാനമെന്ന അറിയപ്പെടുന്നു. മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. നിളയുടെ വടക്കേ തീരത്ത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രവും ദക്ഷിണ ഭാഗത്ത്
അങ്ങേക്കരയിൽ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നതിനാൽ ത്രിമൂർത്തി സംസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള അനേകം ആളുകൾ ബലിതർപ്പണ കർമ്മങ്ങൾക്കായും അസ്ഥി നിബന്ധനത്തിനും മറ്റുമായി ഈ സംഗമസ്ഥാനത്ത് എത്താറുണ്ട്. വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളും ചരിത്ര പ്രസിദ്ധമാണ്. ഇതുമൂലം കൈവന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെ തുടർന്ന് കാലാന്തരേണ മാമാങ്ക വേദിയിൽ ചാവേറുകളായി പോരാടാനെത്തിയിരുന്ന വള്ളുവനാടൻ സേനാനികളുടെ പോരാട്ടം മാമാങ്കത്തിലെ പ്രധാന ഇനമായി തീർന്നു. കൂടാതെ സാമൂതിരി രാജാക്കന്മാർ ചാവേറുപടയുടെ പോരാട്ടം ഇരുന്ന് കണ്ടിരുന്ന മണ്ഡപമാണ് പഴുക്ക മണ്ഡപം. ഇത് നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ വളപ്പിനകത്ത് നിളാ നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. പുരാതന കാലത്ത് നടന്നിരുന്ന മഹാ ഉത്സവമാണ് മാമാങ്കം. എല്ലാ ചരിത്രകാരന്മാരെയും വ്യക്തികളെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന മാമാങ്ക സ്മാരകങ്ങളിൽ ഒന്നാണ് ഞങ്ങമ്മള്ളി കളരി. 4 നൂറ്റാണ്ടോളം പഴക്കമുള്ള ധീരയോദ്ധാക്കൾ കളരി അഭ്യസിച്ചിരുന്ന ജംഗമ്പള്ളി കളരി 40 വ്യത്യസ്ത ഈരടി കളരികളുണ്ട്. കേരളത്തിന്റെ വടക്ക് അതിർത്തിയായ കർണാടകയിലെ ഹുഗ്ലി എന്ന ജില്ലയിലെ ഞങ്ങമ്മള്ളി ഗുരുക്കന്മാർ എന്ന മഹാവൈദ്യന്മാരെ സാമൂതിരി വെട്ടേറ്റ് യോദ്ധാക്കളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയും അവരെ ജംഗമ്പള്ളി കളരി അഭ്യസിക്കുന്നതിന് വേണ്ടിയും ഇവരെ തിരുനാവായിൽ കുടിയിരുത്തി. മാമാങ്കം അവസാനിച്ചതിനു ശേഷം ജംഗമ്പള്ളി ഗുരുക്കന്മാർ ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ ഹൈന്ദവ രീതിയിൽ തന്നെ അരങ്ങേറി. ഇവർ വായുദേവനെ ആരാധിച്ചു പോരുന്നു. ഇവിടത്തെ വാതിലുകളിൽ ഒരുപാട് അർത്ഥവത്തായ കൊത്തുപണികളുണ്ട്. ഈ വാതിലുകൾക്ക് 400-ലേറെ വർഷം പഴക്കമുണ്ട്. ഈ കളരിയിൽ വിളക്ക് വെച്ചിരിക്കുന്നത് വേലപ്പന്മാരാണ്. ഇപ്പോഴും ഇവർ മുടങ്ങാതെ വിളക്ക് വെച്ചു പോരുന്നു. AD 225 നാന്ദി കുറിച്ച മാമാങ്ക മഹോത്സവം 1755 അവസാനിച്ചു. മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ 1887 മലബാർ മാനുവലിലും KV കൃഷ്ണയ്യർ 1938 ദ സാമോറിൻസ് ഓഫ് കാലിക്കറ്റിലും 1990കളിൽ NM നമ്പൂതിരിയുടെ സാമൂതിരി ചരിത്രങ്ങളിലെ കാണാപ്പുറങ്ങൾ എന്നീ ഗ്രന്ഥങ്ങളിൽ മാമാങ്കത്തിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. തിരുനാവായയിലെ റീഎക്കോ പോലെയുള്ള സംഘടനകൾ മാമാങ്കവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. എന്നിരുന്നാലും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്മാരകങ്ങൾ സർക്കാർ അധീനതയിൽ ഉൾപ്പെടേണ്ടത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അനിവാര്യമാണ്. നന്ദി, നമസ്കാരം.